തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ച ഘട്ടമാണ്. കെ സുധാകരനും പി.ജെ. കുര്യനും പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തിലുള്ള ചെന്നിത്തലയുടെ ക്ലെയിമുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള അവകാശവാദങ്ങളുടെ തുടക്കമാണോ? ഇതിനെക്കുറിച്ചൊക്കെ നേതാക്കന്മാരെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവര് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഒരു പാർട്ടി വേദികളിലും മറ്റു അല്ലെങ്കിൽ കൺവെൻഷൻ നടക്കുമ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ഉള്ള ആളുകൾ ഇരിക്കുമ്പോൾ പറയുന്ന പ്രസംഗത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ഇപ്പൊ കഴിഞ്ഞ ദിവസം പി.ജെ. കുര്യൻ സാർ പറഞ്ഞതെല്ലാം അങ്ങനത്തെ ഒരു ആസ്പെക്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എനിക്ക് കേരള സമൂഹത്തിന് മുന്നിൽ ഒന്ന് പറയാനുള്ള ഒരു കാര്യം, ഇതുവരെ ഒരു നേതാവ് പോലും ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരു നേതാവ് പോലും അവരൊരു ക്ലെയിം ഉന്നയിച്ചിട്ടില്ല ഇതുവരെയുള്ള ദിവസങ്ങളിൽ. പക്ഷെ ചുറ്റിപ്പറ്റി പറയുന്നത് കോൺഗ്രസ് ഒരുപാട് പേരുണ്ട്, അപ്പൊ തർക്കം ഉണ്ടാവും, ഇലക്ഷൻ കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിക്കാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നടക്കുന്നതിന്റെ കാര്യത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതിനുശേഷമുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഇപ്പോഴേ ബോധവാന്മാരാവേണ്ട കാര്യമില്ല, ബോധേഡാവേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബോധേഡാകേണ്ട കാര്യമില്ല ശ്രീ ഫസലു. പക്ഷേ ഇതിപ്പോൾ മാധ്യമങ്ങൾ കൊണ്ടുവന്നതുമല്ല. നോക്കൂ, ഒരു കൺവെൻഷൻ നടക്കുകയാണ്. അവിടെ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണമോ വോട്ട് ചോദിക്കലോ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ അടുത്ത് ഇവിടെ ഇരിക്കുന്നത് പോലെ സഭയിൽ ഉണ്ടാകും എന്നൊന്നും പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത് പറയുന്നത് ബോധപൂർവമാണോ എന്നതാണ് എന്റെ ചോദ്യം. ബോധപൂർവം അല്ല, അത് ഓരോ സ്ഥാനത്ത് ഇപ്പോ നമ്മളൊക്കെ എത്രയോ കൺവെൻഷനിൽ കാണുന്നതാണ്. ഇപ്പൊ പലരും പറയില്ലേ, പലരും പറയില്ലേ ഇദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയായിരിക്കും. എത്രയോ സ്ഥലങ്ങളിൽ ഇപ്പൊ ഈ പറഞ്ഞ കൺവെൻഷനിൽ തന്നെ പല സ്ഥലത്തും പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളതാണ്. പല സ്ഥാനാർത്ഥികളുടെ പേരും എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. അവര് ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു മന്ത്രിയെ കിട്ടും എന്ന് പറയുന്നതൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളിൽ പെട്ട് തന്നെയാണ്. പിന്നെ കോൺഗ്രസിൽ ഒരുപാട് ആളുകള് നേതാക്കന്മാര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാവുന്നവരുണ്ട് എന്ന് പറയുമ്പോൾ അത് ശരിക്കും കോൺഗ്രസിന്റെ ഒരു ക്വാളിറ്റിയാണ്. അത്രയധികം ആളുകള് കോൺഗ്രസിലേക്ക് പരിഗണിക്കപ്പെടാവുന്ന നേതാക്കന്മാർ കോൺഗ്രസിൽ ഉണ്ടെന്നുള്ളതാണ്. അത് ഒന്നാമത്തെ നിലയിലും രണ്ടാമത്തെ നിലയിലും എല്ലാം ഉണ്ട്. തീർച്ചയായും അങ്ങനെ കൂടുതൽ നേതാക്കൾ ഉണ്ട് എന്നതൊരു ക്വാളിറ്റിയാണ്. പക്ഷേ ആ ക്വാളിറ്റി ആളുകളുടെ എണ്ണം കൂടുമ്പോൾ അതൊരു പിടിവാശിയാവുകയും ആ രീതിയിൽ തർക്കമുണ്ടാവുകയും ചെയ്താൽ നമ്മൾ പല സംസ്ഥാനങ്ങളിലും കാണുന്നതാണല്ലോ അത്തരത്തിലുള്ള തർക്കങ്ങൾ. അപ്പോൾ ആ രീതിയിൽ പോകുമോ എന്നത് ഏറ്റവും വലിയ ആശങ്ക കോൺഗ്രസിനുള്ളിൽ ഇതിനോടകം തന്നെയുണ്ട്. നോക്കൂ, ഇവിടെ ഇപ്പോൾ പി.ജെ. കുര്യൻ പറയുന്നു, അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട്, ഞാൻ ഇത്തരം സമിതികളിൽ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ സംസ്ഥാനത്ത് പോയിട്ടുള്ള വ്യക്തിയാണ്. എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക എന്നതൊക്കെ എനിക്കറിയാം. ഞാൻ തന്നെ ആ പ്രക്രിയയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണെന്ന് പറയുന്നു. അത്രയും മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിന് എന്താണ് കോൺഗ്രസിന്റെ പ്രൊസീജിയർ എന്നറിയാവുന്ന വ്യക്തിയാണ്, എന്താണ് കേരളത്തിലെ സാഹചര്യം എന്നറിയാവുന്ന വ്യക്തിയാണ്. ഈ തർക്കം നേതാക്കൾക്കിടയിൽ ഉണ്ടെന്നും അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മാത്രമേ ഇനി പരിശോധിക്കുകയുള്ളൂ എന്നും അറിയാവുന്നതാണ്. നേതാക്കൾ പോലും രമേശ് ചെന്നിത്തലയായാലും വി.ഡി. സതീശനായാലും കെ.സി. വേണുഗോപാൽ ആയാൽ പോലും ആ വിഷയങ്ങളിൽ പ്രതികരിക്കാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ചർച്ചകൾ ഉണ്ടാകുന്ന തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം പാടില്ലാത്തതാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമല്ലാത്തതല്ലോ? ഇതിലൊരു കണിശമായിട്ട് പറയേണ്ട ഒരു വിഷയമൊന്നുമല്ല. അദ്ദേഹം അവിടെ വളരെ സൗഹാർദ്ദപരമായിട്ട് ആ ഒരു ഓഡിയൻസിനെ ഒന്ന് ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്നത്. അതെല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും എപ്പോഴും നടക്കുന്ന കാര്യമാണ്. അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് അതിലൊന്നും തോന്നിയില്ല. ഞാനും പലാവർത്തി ആ ചർച്ച കണ്ടതാണ്, ആ ഒരു കൺവെൻഷൻ വീഡിയോ കണ്ടതാണ്. എനിക്ക് അതിനപ്പുറത്തേക്ക് ഒന്നും തോന്നിയില്ല. ഒരു പാർട്ടി പ്രവർത്തകരെ ഒന്ന് ആവേശം കൊള്ളിക്കുക എന്നതിന്റെ അപ്പുറത്തേക്ക് അതിലൊന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ നേതാക്കന്മാർ ആരെങ്കിലും, രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, വി.ഡി. സതീശൻ ആയിക്കോട്ടെ, കെ.സി. വേണുഗോപാൽ ആയിക്കോട്ടെ, അവരാരെങ്കിലും എല്ലാം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്കിത് മനസ്സിലാക്കാം. ഈ ഒരു ചർച്ചയ്ക്ക് തന്നെ ഒരു വലിയൊരു പ്രസക്തി ഉണ്ടെന്ന് പറയാം. ഇപ്പോ അങ്ങനത്തെ ഒരു പ്രസക്തി ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തർക്കവുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞു. ഞാൻ പറയുന്നത്, ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത്തവണയായിരിക്കും. കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പത്തെ കാര്യമൊക്കെ നമുക്കറിയാം. പല ഒരുപക്ഷെ മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരം അത്രയും ഉണ്ടായിട്ടുണ്ടാവില്ല, സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻവോൾവ്മെന്റ് അധികം ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളത് ശരിയാണ്. അതിനപ്പുറത്തേക്ക് ഇതിനു മുമ്പെല്ലാം ഒരുപാട് സമയം എടുത്തിട്ടാണ് ഈ പ്രക്രിയ. തീർച്ചയായും ഒരുപാട് സമയം എടുത്തിട്ട് ചെയ്തു. പക്ഷേ അതിനുശേഷം നോക്കൂ, ഈ സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാവുകയും അതിന്റെ നേട്ടം ഉണ്ടാക്കിയവരുമാണ്. അത് ഒരു നേട്ടമായി തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളതാണ്. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവാണ് 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥി എന്നൊരു കാര്യം മുന്നോട്ട് വെക്കുന്നത്. അത് പിന്നീട് 5 ദിവസം നീണ്ടുപോകുന്നു എന്നൊരു സാഹചര്യമാണല്ലോ. ഇവിടെ ഇപ്പോൾ കെ സുധാകരൻ
ഈ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നത് എംപിമാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു, എനിക്ക് അവസാനം അതിന് വഴങ്ങേണ്ടി വന്നു. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിലും അത് താഴേക്ക് അറിയിക്കുന്നതിലും നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചു, എന്നെ അത് ധരിപ്പിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. അതുകൊണ്ടാണ് ഡൽഹിയിൽ പോയി അത്രയും ചർച്ചകൾ നടത്തേണ്ടി വന്നതെന്ന് സുധാകരൻ തന്നെ പറയുന്നുണ്ട്. ഇതില് 24 മണിക്കൂറത്തെ ഉള്ളിലുള്ള പരാമർശം, അത് പ്രതിപക്ഷ നേതാവ് നടത്തിയൊരു പരാമർശമാണ്. 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഒരു ഘട്ടം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നുള്ളത്. അത് എന്തുകൊണ്ട് സാധ്യമല്ലാതെ പോയി എന്നുള്ളതും അദ്ദേഹം വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. അവിടെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന സാഹചര്യം ഇപ്പൊ എല്ലാം നമുക്ക് കാണുന്നല്ലോ. നിങ്ങളും നിങ്ങളുടെ ബ്യൂറോയിലുള്ള ആളുകളും ഡൽഹിയിലുള്ളതാണ്, അവരും കാണാം എത്ര സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എത്ര സമയമാണ് മീറ്റിംഗ് കിട്ടിയിട്ടുള്ളത്, എല്ലാം കാണാം. അപ്പോ ആ പറഞ്ഞിരുന്ന് അദ്ദേഹത്തിന് മറ്റേ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അധ്യക്ഷൻ, സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷന് എത്താൻ പറ്റിയില്ല. അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അത് ഡിലേ ആയത്. അത് ഓൾറെഡി ആ കാര്യങ്ങൾ ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടുന്നില്ല, ഡിലേ ആയ കാര്യം മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ ഏതാനും ഭാഗങ്ങൾ മാത്രം ചർച്ച ചെയ്യപ്പെടുന്നു, അതില് കുറെ ഡിലേ ഉണ്ടാവുന്നു, അങ്ങനത്തെ ഒരു പ്രചാരണം നടക്കുന്നു. അതിന്റെ അപ്പുറത്തേക്ക് എന്തായാലും ആ ഡിലേ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. എല്ലാം പഴിയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വെക്കുമ്പോൾ AK ആന്റണിക്ക് പോലും വന്ന് സംസാരിക്കേണ്ടി വന്നത്, AK ആന്റണി കെ സുധാകരനുമായി സംസാരിക്കുന്നത് പോലും സംഭവിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നത് വ്യക്തവുമാണല്ലോ ശ്രീ ഫസലു. നോക്കൂ, ഇവിടെ ഇപ്പോ അത് കഴിഞ്ഞ് എല്ലാം ശാന്തമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് നേതാക്കൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഏറ്റവും ഉച്ചസ്ഥായിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം മാറുന്ന ഘട്ടത്തിൽ കെ സുധാകരൻ തന്റെ സജഷൻ എന്ന് പറയുന്നത് ചെന്നിത്തലയാകും എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടാണോ, വെറും സ്വാഭാവികമായ ഒരു പ്രതികരണമായി അതിനെ കാണണമോ? ഇതില് അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇത് എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ആളുകളുണ്ടാവും, ഒരു കൂട്ടം ആളുകളുണ്ടാവും. അതൊക്കെ ആ ഒരു പത്രസമ്മേളനത്തിന് വേണ്ടി നടത്തിയുള്ള ഒരു കാര്യമല്ല. ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഒരു ഭാഗം മാത്രമാണത്. അതില് ഒരിക്കലും ഒരു പത്രസമ്മേളനം നടത്തി അദ്ദേഹം പറയുകയാണെങ്കിൽ അത് മനസ്സിലാക്കാം, ഇതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഒരുപാട് ഇന്റർവ്യൂസ് കൊടുക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞൊരു ചെറിയൊരു കാര്യം മാത്രമാണത്. അത് എനിക്ക് ഇപ്പോഴും ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം ബാക്കി എല്ലാ നേതാക്കന്മാരും വളരെ പക്കമായിട്ട് തന്നെ പ്രതികരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്കൊരു ഫീൽ ഉള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഡിലേ ആയിട്ടില്ല. പറഞ്ഞതിൽ ചെറിയ അത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട്, അവരുടെ അല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് കുറച്ച് ഡിലേ ആയി. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഡിലേ വന്നിട്ടില്ല. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.